മലപ്പുറം ജില്ലയിലെ താനൂർ ശോഭപ്പറമ്പ് ക്ഷേത്രം കേൾക്കാത്തവരായിട്ട് ആരും ഇല്ല അല്ലേ? ഞാനും ആദ്യമൊക്കെ അവിടെ പോയി തൊഴാറുണ്ടായിരുന്നു കേട്ടോ. ഉത്സവമൊക്കെ കേൾക്കുമ്പോൾ കലാപരിപാടിയൊക്കെ കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ദൈവം സഹായിച്ച് രുദ്രയിലെത്തിയതിന് ശേഷം അവിടെ ഒരു നൃത്തം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിനുള്ള ഒരുക്കത്തിലാണ്. തലേന്ന് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സാധനങ്ങൾ റെഡിയാക്കാം. അതിൻ്റെ ഇടയിൽ ക്ഷീണം മാറ്റാതെ ചെറിയ ചായയും പൊരികടികളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ടീച്ചർ എനിക്ക് ചിലങ്ക തന്നിട്ട് അനുഗ്രഹിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ തലേന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഓരോരുത്തർക്കുള്ള ഡിവൈഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. 3 ഐറ്റം ഉണ്ടായിരുന്നു, പക്ഷേ 2 കോസ്റ്റ്യൂം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഇട്ട് നോക്കി ഷേപ്പാക്കി അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നാളെ വൈകിട്ടാണ് കേട്ടോ പ്രോഗ്രാം, അതായത് December 14th അപ്പോൾ നമ്മുടെ സഞ്ജു കിട്ടിയപാടെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി സെറ്റാക്കി കേട്ടോ. പിന്നെ രാത്രി ഏകദേശം 8:30 ഉണ്ട് വീട്ടിലെത്തുമ്പം. പിന്നെ ഞാനിതാ പിറ്റേന്ന് നമ്മൾ മേക്കപ്പിനായിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് എത്താൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സിലാണ് ഞാൻ പോണ ലഗേജൊക്കെ താങ്ങി പിടിച്ച്, കാരണം അമ്മയും വാവയും അനിയനൊക്കെ കൂടെ വൈകിട്ട് കാറായിട്ട് എത്താമെന്ന് കരുതി. കാരണം പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ രാത്രിയാവുമല്ലോ. അപ്പോൾ ഇന്ന് രുദ്രയുടെ മാത്രം പ്രോഗ്രാമാണ് കേട്ടോ ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടീച്ചറുടെ ചെറിയ മക്കളും വലിയ കുട്ടികളും അങ്ങനെ ഒരുപാട് കുട്ടികളായിട്ടുള്ള പ്രോഗ്രാമാണ്. സത്യം പറഞ്ഞാൽ രുദ്രയിൽ ഇത്ര കുട്ടികളിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്, കാരണം ഓരോരുത്തർക്കും ഓരോ ബാച്ചല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ള മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് മേക്കപ്പ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി, കാരണം തലയിൽ കൂടെ ഊരാൻ പറ്റില്ലല്ലോ നമ്മൾ ഇട്ട് വന്ന ഡ്രസ്സൊക്കെ. അപ്പോൾ ഷർട്ട് അങ്ങനെ എന്തെങ്കിലും ഇടാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഷീന ചേച്ചിയുടെ മേക്കപ്പിന് ആദ്യം തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള കുട്ടി, ബാക്കിയുള്ളവരൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അവരൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ആദ്യം ഞങ്ങളെ മേക്കപ്പൊക്കെ ചെയ്യാനായിരുന്നു ഓർഡർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുന്ദരി മണികളൊക്കെ നോക്കിയാൽ മുഖത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് അവർ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിരിക്കുകയാണ് കേട്ടോ. ബാക്കി ഹെയറും അതുപോലെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്യാൻ നമ്മൾ പാരൻസ് തന്നെ കുട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഒരാൾ ലെൻസൊക്കെ വെച്ച് കരഞ്ഞിരിക്കുകയാണ്. ഞാൻ പിന്നെ എന്തായാലും ആ സാഹസത്തിന് മുതിർന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ നിയ ടീച്ചർക്ക് സ്പെഷ്യൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു കേട്ടോ. ടീച്ചർക്ക് കൃഷ്ണനായിട്ട് രുക്മിണിക്കും അതേ സ്പെഷ്യൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് കേട്ടോ വന്നിരുന്നത്. സഞ്ജുവിന് പിന്നെ ലെൻസ് വെച്ചൊക്കെ ഭയങ്കര ശീലമായിട്ടത് അവൾ കൂളായി വെക്കുന്നു. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ കരയായിരുന്നു കേട്ടോ വെച്ചിട്ട്. രാത്രി 7:30 പ്രോഗ്രാമിന് ഞങ്ങൾ 1 മണി 2 മണിക്ക് എങ്ങാണ്ട് അവിടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാ അത്ര നേരത്തെ തുടങ്ങണമെന്നൊക്കെ കേട്ടോ ഞങ്ങൾ ചോദിച്ച്. പക്ഷേ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ആയപ്പോൾ ഒരു ഹറി ബറി ആയിരുന്നു കേട്ടോ. നോക്കി ഒരുപാട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് ചെയ്യലും മുടിയിട്ടലും അതുപോലെ പൊട്ടോ തൊടലും അങ്ങനത്തെയൊക്കെ ലാസ്റ്റിലേക്ക് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് കറക്റ്റ് ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം കുഞ്ഞു മക്കളുടെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പ്രോഗ്രാം ഇടയിൽ ഉണ്ടായിരുന്നത്, കാരണം 3 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടയിൽ വെച്ചിട്ടാണ് കേട്ടോ കയറ്റിയത്. അപ്പോൾ ഞങ്ങളിത് അനൗൺസ് ചെയ്തപ്പോൾ ഞങ്ങൾ ലാസ്റ്റത്തെ ഇതൊക്കെ ഹെയർ സെറ്റിങ്സും കാര്യമൊക്കെ കഴിഞ്ഞ് വേഗം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ടീച്ചർ വിളിക്കുന്നുണ്ടായിരുന്നു. കളിക്കാൻ ടെൻഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഓക്കെ ആയി. എന്തായാലും നമ്മുടെ ടീച്ചർ ഞങ്ങളുടെ ഈ ഡാൻസിനെ പറ്റി പൊതുവെ നല്ലൊരു അഭിപ്രായമാണ് കേട്ടോ കിട്ടിയത്. ഞങ്ങൾ എന്താ വെച്ചാൽ കണ്ണൻ്റെ കഥയാണ് കളിച്ചത്. കണ്ണൻ്റെ ബാല്യം തൊട്ടിട്ട് എന്താ പറയുക, കുചേലൻ വരുന്ന ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ, കണ്ണനും കുചേലനും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഒരു സ്റ്റോറിയൊക്കെ ഇരുന്നു കേട്ടോ. എനിക്കിതേ കണ്ണൻ്റെ യശോദാമ്മയായിട്ടൊക്കെ അഭിനയിക്കാൻ സാധിച്ചു കേട്ടോ ഈ വേദിയിൽ. എന്തായാലും നല്ലൊരു അഭിപ്രായമായിരുന്നു ഞങ്ങളുടെ പെർഫോമൻസിനെ പറ്റി കിട്ടിയത്. എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടോ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം. അതുപോലെ നമ്മുടെ കുചേലനും കൃഷ്ണനൊക്കെ ശരിക്കും പറഞ്ഞാൽ തകർത്തു എന്ന് തന്നെ പറയാം. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചൊരു സ്റ്റേജിൽ കണ്ടുമുട്ടുന്ന ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. പ്രാക്ടീസ് പല കുട്ടികളും ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് ചേർന്നിട്ടുള്ള പ്രാക്ടീസാണ്, പല സെക്ഷനായിരുന്നു. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ സാധനങ്ങളൊക്കെ തിരിച്ച് എത്തിക്കാൻ ഇവിടെ എത്തിയതാട്ടോ രുദ്രയിൽ. വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. എത്രയും കുട്ടികൾക്കുള്ള ഡ്രസ്സ് ഓർണമെൻറ്റ്സ് എല്ലാം എടുക്കുക, അത് അതേപോലെ തിരിച്ചെത്തിക്കുക. കുറേ സാധനങ്ങൾ മിസ്സായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.